സിറി എന്ന് പറഞ്ഞൊരു പടം കണ്ടു. ഇത് ഇറങ്ങിയിട്ടൊരു 1, 2 ആഴ്ചയായി. ഈ മറ്റേ ഡിസംബർ 25-ാം തീയതി നമ്മുടെ സർവ്വമായയൊക്കെ ഇറങ്ങില്ലേ, ആ ദിവസം ഇറങ്ങിയ പടമാണ്. അതിൻ്റെ ഇടയിൽ മുങ്ങിപ്പോയി എന്ന് പറയാം. കാരണം ഇതിനെപ്പറ്റി അധികം ആൾക്കാരൊന്നും ചർച്ച ചെയ്ത് ഞാൻ കണ്ടില്ല. പക്ഷെ വളരെ നല്ലൊരു പടം. തമിഴിൽ നിന്ന് ഇറങ്ങിയ ഈ കഴിഞ്ഞ കൊല്ലം 2025-ൽ ഇറങ്ങിയ വളരെ മികച്ചൊരു പടം. ഞാനിപ്പോൾ പറയുമ്പോഴും ഈ പടം OTTയിലൊന്നും വന്നിട്ടില്ല. സ്റ്റിൽ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു പടം കൂടിയായിട്ട് എനിക്ക് തോന്നി. ഒരു ചെറിയ കഥയാണ്. ഒരു 2 മണിക്കൂർ താഴെയുള്ളൂ. ഈ ഒരു സെൻട്രൽ ജയിലിനകത്തുള്ളൊരു കുറ്റവാളിയെ ഒരു 2, 3 പോലീസുകാർക്ക് ഒരു കോടതിയിലെത്തിക്കണം. ഇത്രേ ഉള്ളൂ പരിപാടി. ഇടയ്ക്ക് നമ്മൾ കാണാറില്ല അവരിങ്ങനെ കൊണ്ടുപോകുന്നത്. സോ, ആ പോകുന്ന പോക്കിന് എന്തൊക്കെ നടക്കും, എന്തൊക്കെ ഇൻസിഡൻസ് നടക്കും, എന്താണ് ഈ ജയിൽ പുള്ളിയുടെ ബാക്ക് സ്റ്റോറി, ഈ പോലീസുകാരുടെ ബാക്ക് സ്റ്റോറി എന്താണെന്നുള്ളതൊക്കെയാണ് സിനിമ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്ത് പോവുക. പക്ഷേ ഈ സിനിമ എവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പെർഫോമൻസിലാണ്. ഇതിൻ്റെ റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഈ സിനിമ പിടിച്ചിരിക്കുന്നത് ഇതിൻ്റെ പെർഫോമൻസിലാണ്. ഈ അക്ഷയ് കുമാർ എന്ന് പറഞ്ഞ പുതിയൊരു പയ്യൻ, ഈ ജയിൽ പുള്ളിയായിട്ട് വരുന്നൊരു പയ്യൻ, കിടിലം പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ആളുടെ ഡെബ്യൂ ഫിലിം കൂടിയാണ്. ഈ ഡയറക്ടർ അതേപോലെ തന്നെ ഡെബ്യൂ ഡയറക്ടറാണെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല, ഡെബ്യൂ ആക്ടറാണെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. വളരെ നാച്ചുറലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ആ ഒരു നമ്മളിപ്പോൾ പറയില്ലേ, ആ ക്യാരക്ടറായിട്ട് ജീവിക്കുകയാണ്, അഭിനയിക്കുകയല്ല എന്ന് പറയില്ല, അതേപോലെ ഫുൾ ആൻഡ് ഫുൾ ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് കംപ്ലീറ്റ്ലി എടുത്തോളൂ. ഒരു മുസ്ലിം ആയിട്ടൊരു ക്യാരക്ടറാണ്. ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസും ദെൻ ഒരു ലവ് ട്രാക്ക് ഇടയിൽ കൂടെ പോകുന്നുണ്ട്. അതിൻ്റെ ഇമോഷണൽ കണക്ഷൻസും ഇപ്പോൾ ബാക്കിയുള്ള ലവ് ട്രാക്കും എന്താ നമുക്കറിയാം, ഏകദേശം പ്രൊഡിക്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആണെങ്കിലും ആ ഇമോഷൻ പ്രോപ്പറായിട്ട് കൺവേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടേഴ്സിനൊന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ അവർക്കൊരു പ്രോപ്പർ നല്ല എൻഡിങ് കിട്ടണം എന്നുള്ളത് നമ്മുടെയും കൂടി ആവശ്യമായിട്ടാണ് സിനിമ ഇങ്ങനെ പുൾ ഓഫ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഒരു നല്ല ഇൻട്രോൽ ബ്ലോക്കും നല്ലൊരു പ്രോപ്പർ എൻഡിങ്ങും ഒക്കെ കൊടുത്ത് ഒരു കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പടം എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് മൊത്തത്തിൽ ഈ പറഞ്ഞ ഈ സിനിമയിൽ പീക്കായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ പെർഫോമൻസാണ്. ആക്ച്വലി വിക്രം പ്രഭുവിനൊന്നും അധികം പെർഫോം ചെയ്യാനൊന്നുമില്ല. പക്ഷേ മൂപ്പർക്ക് വളരെ ക്രൂഷ്യലായിട്ടൊരു റോൾ കൊടുത്തിട്ടുണ്ട്. മൂപ്പര് ആ ഒരു ഇൻട്രോ ഉണ്ട്. അത് പൊളി സാധനമായിരുന്നു. പക്ഷേ അതങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. കാരണം അതിനുള്ള സ്പേസ് കുറവാണ്. ആ ഒരു പോലീസുകാരന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ലിമിറ്റഡ് ആണ്. അത് സിനിമയിൽ പറയുന്നുമുണ്ട്. ഇത്രയാണ്, ഇത്രയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമയിൽ പിടിച്ചിട്ടുള്ള ഈ 2 പേരാണ്. ഈ അക്ഷയ് കുമാർ എന്ന് പറഞ്ഞ ഒരു പയ്യനും നമ്മുടെ ഹിന്ദിയിലെ ബോലോ സുബ കേസരില്ല കേട്ടോ, പുതിയൊരു പയ്യനാണ്. ദെൻ അനീഷ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാള സിനിമയിലൊക്കെ കാണാറില്ലേ, ആ ഒരു പെൺകുട്ടി. ഈ 2 പേരും തമ്മിലുള്ള കെമിസ്ട്രിയും അവർ തമ്മിലുള്ള ഇമോഷൻസും അവസാനത്തെ ടെയിലിൻ്റെ പോർഷനിലേക്ക് എത്തുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന കുറേ സിറ്റുവേഷൻസൊക്കെ നമ്മളെ ഹോണ്ട് ചെയ്യും, നമ്മളെ അഫക്റ്റ് ചെയ്യും. നമുക്ക് ഒരുമാതിരി ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടായിരിക്കും സിനിമ പിന്നീട് അങ്ങോട്ടൊക്കെ പോവുക. ഒരു പ്രോപ്പർ ആക്ഷൻ ത്രില്ലർ പാക്ഡ് സാധനമൊന്നുമല്ല. ഇതൊരു ഭയങ്കര ഇമോഷണൽ ജേണിയാണ്. വളരെ മെല്ലെ സ്ലോ പേസിൽ പോകുന്നൊരു പടമാണ്. പക്ഷേ അതിൻ്റേതായ ട്വിസ്റ്റ് ആൻഡ് ടേൺസുകളൊക്കെ വെച്ച് സിനിമ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് പോകുന്നുണ്ട്. ആ ഇൻ്റർവൽ ബ്ലോക്കൊക്കെ കാണുമ്പോൾ നമ്മൾ എൻ്റെ അമ്മേ ഇനി എന്തുണ്ടാവുമെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞത് തൊട്ടടുത്ത് കഴിഞ്ഞ് അത് ബ്ലോക്ക് ചെയ്ത് റിവീൽ ചെയ്തും പോകും. സോ അങ്ങനെ കേറി ഇറങ്ങിയിട്ടാണ് ഈ സിനിമ പോകുന്നത്. എൻഡ് പോർഷനിലേക്ക് എത്തും, കുറച്ച് ട്വിസ്റ്റും ടേൺസൊക്കെ ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ നടക്കുന്നു ഒരു 2003 കാലഘട്ടത്തിലാണ്. നമ്മുടെ കാക്കയാ ഒക്കെ ഇറങ്ങിയ ടൈമിൽ അവർ 97-ൽ നടന്നൊരു ഇൻസിഡൻറ്റും അതിൻ്റെ കേസ് അന്വേഷണം, ബാക്കി 5 വർഷത്തെ കേസ് എന്ന രീതിയിലാണ് ഇതിൻ്റെ സ്റ്റോറി ലൈൻ പോകുന്നത്. സോ ആ ഒരു ടൈം ഫ്രെയിമിലുള്ള ഒരു സൊസൈറ്റിയുടെ കാഴ്ചപ്പാട് പറയുന്ന ഒരു മുസ്ലിം വിഭാഗത്തിനെ മാറ്റി നിർത്തുന്ന കുറേ അവഗണിക്കുന്ന കുറേ കാര്യങ്ങളും അങ്ങനത്തെ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സിനിമയിൽ ചർച്ച ചെയ്ത് പോകുന്നു. പക്ഷേ അതൊക്കെ ഇൻജെക്ട് ചെയ്ത് വെച്ചതല്ല, സ്റ്റോറി ലൈനിൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്ത് അവർ ക്യാരക്ടർ അങ്ങനെ ഒരു സ്ഥലത്തെത്തി, അവിടെ വെച്ച് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു, അതുകൊണ്ട് അത് പറഞ്ഞു എന്ന രീതിയിലാണ് സിനിമ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം നമുക്കൊരു ഭയങ്കര ഇൻജെക്റ്റഡ് ആയിട്ടൊന്നും തോന്നില്ല. എല്ലാം ഭയങ്കര ഓർഗാനിക്കായി ഭയങ്കര നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള വളരെ നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. സോ ഫോർ ദി റിയലി ഗുഡ് പെർഫോമൻസ് ആൻഡ് ദി ഡയറക്ഷൻ, ആളുടെ ഡയറക്ഷൻ വെഞ്ചുറ ഫസ്റ്റ് ഡെബ്യൂ ഫിലിം കൂടിയാണ് എന്ന് ഒരിക്കലും ഫീൽ ചെയ്യില്ല. ഒരു ഫ്രെയിമിൽ പോലും നമുക്കത് ഫീൽ ചെയ്യില്ല. നല്ല കഴിവുള്ള ഡയറക്ടറും കഴിവുള്ള ആക്ടേഴ്സും കഴിവുള്ള റൈറ്റേഴ്സും മേക്കേഴ്സും ഉള്ള നല്ലൊരു സിനിമയാണ്. ആൻഡ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ 7 സ്ക്രീൻ സ്റ്റുഡിയോസ് ആണ്. അവരെ അപ്രിഷ്യേറ്റ് തന്നെ വേണം. ലിയോ പോലെ ഒരു വലിയ പാൻ ഇന്ത്യൻ ഒരു 10-600 കോടിയൊക്കെ അടിച്ചൊരു പടം എടുത്ത് കഴിഞ്ഞിട്ട് അവരടുത്ത് ചെയ്യുന്ന ഈ ഒരു പടമാണ്. നമ്മുടെ ലൈക്ക് ചെയ്തിട്ടുണ്ട് ലവ് ഇൻഷുറൻസ് കമ്പനി, അത് ഇറങ്ങിയിട്ടില്ല. പക്ഷെ അതിൻ്റെ കൂടെ ഇതുപോലത്തെ ഒരു ചെറിയ പടങ്ങൾക്കും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല കഥകൾ സിനിമയിലായിട്ട് വരണം എന്ന രീതിയിൽ. ആക്ച്വലി വലിയ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന പല സിനിമകളും പൊട്ടി നാറിയിട്ടുള്ളത് നമ്മൾ കാണാറുള്ളത്. ഇതുപോലത്തെ ചെറിയ നല്ല എന്താ പറയുക, ജെന്യുവൻ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർക്ക് നല്ല സാധനം ഡെലിവറി ചെയ്യണമെന്ന് പറഞ്ഞ് വളരെ ഒരു മാസ് മസാല സാധനങ്ങളൊന്നുമില്ലാതെ നല്ലൊരു പ്രോപ്പർ സ്റ്റോറി പ്രോപ്പറായിട്ട് മേക്ക് ചെയ്ത് കൊടുക്കുക എന്ന മൈൻഡ് സെറ്റോടെ ഇറങ്ങി വരുന്ന ഫിലിം മേക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു സെറ്റപ്പിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി 7 സ്ക്രീൻ സ്റ്റുഡിയോസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ടും അപ്രിഷ്യേറ്റ് ചെയ്യപ്പെട്ടതാണ്. ഞാൻ ഈ പ്രത്യേകിച്ച് പറയാൻ കാരണം, ലിയോ പോലൊരു അത്രയും വലിയൊരു പടം എടുത്തിട്ട് ഇവർക്ക് അടുത്തത് വേണമെങ്കിൽ ഒരു 1000 കോടിയുടെ പടം വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു സാധനം ചെയ്തു.
ഇറ്റ് ഷുഡ് ബി അപ്രിഷിയേറ്റഡ്. ഈ സിനിമയും കണ്ട് അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. ആൻഡ് സിനിമ എഴുതിയിട്ടുള്ളത് നമ്മുടെ താനാക്കാരൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു 2022 സംതിങ് പുറത്തിറങ്ങിയത്. അത് ഡയറക്റ്റായിട്ട് OTT റിലീസായിട്ട് ഇറങ്ങിയ പടമാണ്. അത് നമ്മൾ ഇറങ്ങിയ സമയത്ത് തന്നെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ. അതിലും വിക്രം പ്രഭു നമ്മുടെ ലാലൊക്കെ തന്നെയായിരുന്നു. അതും നല്ലൊരു പോലീസ് സ്റ്റോറി ആയിരുന്നു. അത് എഴുതിയ അതേ റൈറ്റർ തന്നെയാണ് ഇത് എഴുതിയിട്ടുള്ളതും. സോ മൂപ്പരെ അപ്രിഷിയേറ്റ് ചെയ്യുന്നതാണ്. സോ റൈറ്റിംഗ്, ഡയറക്ഷൻ, മേക്കിംഗ്, പ്രൊഡക്ഷൻ എല്ലാ വയസ്സ് ഞാനീ പറയുമ്പോൾ ഇതൊരു വലിയ ബ്രഹ്മാണ്ഡ പടം അങ്ങനെയൊന്നുമില്ല. വളരെ ചെറിയൊരു പടം. വളരെ നല്ല ചെറിയ ഒരു സാധാരണ പടം. പക്ഷെ അതിന് വളരെ നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. സോ നല്ല പടങ്ങൾ തിയേറ്ററിൽ പോയി അപ്രിഷിയേറ്റ് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഇനി കിട്ടുള്ളൂ. സോ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ഓപ്ഷനിൽ കമന്റ് ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും കാണാം.